മാർത്തോമാ ശ്ലീഹായെ പ്രകീർത്തിച്ച് തൃശൂർ അതിരൂപത മാതൃവേദിയിലെ അമ്മമാർ നടത്തിയ കോൽക്കളിക്ക് ലോക റെക്കോർഡ്. ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡ് പുരസ്കാരമാണ് തൃശൂർ അതിരൂപത മാതൃവേദിയുടെ നേതൃത്വത്തിൽ 1300ഓളം അമ്മമാരുടെ പങ്കാളിത്തത്തോടെ നടത്തപ്പെട്ട മെഗാ കോൽക്കളിക്ക് ലഭിച്ചത്. മാർത്തോമാ ശ്ലീഹായുടെ ഭാരതപ്രവേശനത്തിന്റെ ഓർമ്മയാചരണത്തോടനുബന്ധിച്ചാണ് തൃശൂർ അതിരൂപത മാതൃവേദിയുടെ നേതൃത്വത്തിൽ മെഗാ കോൽക്കളി സംഘടിപ്പിച്ചത്. തൃശൂർ ലൂർദ് കത്തീഡ്രൽ അങ്കണത്തിൽ നടത്തിയ മെഗാ കോൽക്കളിയിൽ മാർത്തോമാ ശ്ലീഹായും യേശുവുമായുള്ള ബന്ധത്തെക്കുറിച്ചും തുടർന്ന് യേശുവിന്റെ മരണത്തിനുശേഷം അദ്ദേഹം ഭാരതത്തിൽ വന്നതിനെക്കുറിച്ചും ഭാരതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചുമുള്ള അവദാനങ്ങളാണ് ഇതിവൃത്തമായി അമ്മമാർ കോൽക്കളിയിൽ അവതരിപ്പിച്ചത്. ഭാരതനാട്ടിൽ വിശ്വാസത്തിരി നാളം തെളിച്ചിടുവാൻ ഭാരമതിട്ടൊരു തോമാതാരൻ കപ്പലിലേറി വന്നു. ഭാരതനാട്ടിൽ വിശ്വാസത്തിരി നാളം തെളിച്ചിടുവാൻ ഭാരമതിട്ടൊരു തോമാതാരൻ കപ്പലിലേറി വന്നു. തമ്പുരാൻ കർത്താവിൻ തിരുവിലാവിലെ തിരുമുറിവുകളിൽ തൊട്ടു വിശ്വസിക്കാൻ ശാഠ്യം പിടിച്ചത് സ്നേഹത്താൽ മാത്രമല്ലോ. തമ്പുരാൻ കർത്താവിൻ തിരുവിലാവിലെ തിരുമുറിവുകളിൽ തൊട്ടു വിശ്വസിക്കാൻ ശാഠ്യം പിടിച്ചത് സ്നേഹത്താൽ മാത്രമല്ലോ. വിശ്വാസത്തിരി നാളം തെളിച്ചിടുവാൻ ഭാരമതിട്ടൊരു തോമാതാരൻ കപ്പലിലേറി വന്നു. ഭാരതനാട്ടിൽ വിശ്വാസത്തിരി നാളം തെളിച്ചിടുവാൻ ഭാരമതിട്ടൊരു തോമാതാരൻ കപ്പലിലേറി വന്നു. തമ്പുരാൻ കർത്താവിൻ തിരുവിലാവിലെ തിരുമുറിവുകളിൽ തൊട്ടു വിശ്വസിക്കാൻ ശാഠ്യം പിടിച്ചത് സ്നേഹത്താൽ മാത്രമല്ലോ. തമ്പുരാൻ കർത്താവിൻ തിരുവിലാവിലെ തിരുമുറിവുകളിൽ തൊട്ടു വിശ്വസിക്കാൻ ശാഠ്യം പിടിച്ചത് സ്നേഹത്താൽ മാത്രമല്ലോ. എൻ കർത്താവേ എന്റെ ദൈവമേ എന്നു ചൊല്ലി എത്രയും ശക്തമായി വിശ്വാസം ഏറ്റു ചൊല്ലി. കരയിലെ കപ്പലിറങ്ങിയവൻ അന്നു ഭരിച്ചൊര ഗുണ്ടഫരാജന്റെ മിത്രമായി മാറിയല്ലോ. 52 മാല്യം കരയിലെ കപ്പലിറങ്ങിയവൻ അന്നു ഭരിച്ചൊര ഗുണ്ടഫരാജന്റെ മിത്രമായി മാറിയല്ലോ. മാർത്തോമാ വന്നപ്പോ മലയാള നാട്ടില് മാലാഖ വന്ന പോലെ മാർഗെ വസിക്കുവാൻ സൗഖ്യം പ്രാപിക്കുവാൻ ആളുകളേറെ എത്തി. മാർത്തോമാ വന്നപ്പോ മലയാള നാട്ടില് മാലാഖ വന്ന പോലെ മാർഗെ വസിക്കുവാൻ സൗഖ്യം പ്രാപിക്കുവാൻ ആളുകളേറെ എത്തി. 52 മാല്യം കരയിലെ കപ്പലിറങ്ങിയവൻ അന്നു ഭരിച്ചൊര ഗുണ്ടഫരാജന്റെ മിത്രമായി മാറിയല്ലോ. 52 മാല്യം കരയിലെ കപ്പലിറങ്ങിയവൻ അന്നു ഭരിച്ചൊര ഗുണ്ടഫരാജന്റെ മിത്രമായി മാറിയല്ലോ. മാർത്തോമാ വന്നപ്പോ മലയാള നാട്ടില് മാലാഖ വന്ന പോലെ മാർഗെ വസിക്കുവാൻ സൗഖ്യം പ്രാപിക്കുവാൻ ആളുകളേറെ എത്തി.
മാർത്തോമ വന്നപ്പോ മലയാള നാട്ടില് മാലാഖ വന്ന പോലെ മാർഗെ വസിക്കുവാൻ സൗഖ്യം പ്രാപിക്കുവാൻ ആളുകളേറെ എത്തി. ചേരലാദനെന്നൂരജന്റെ ദാനമായി ലഭിച്ചോരാ തിരുവിതാംകൂടരപ്പള്ളിയും പണിതു. മലയിലും പ്രാർത്ഥനയ്ക്കായി അവൻ വന്നതിനടയാളമായി മരമേൽ തെളിഞ്ഞൊരു പൊന്നിൻ കുരിശത് കണ്ടു വണങ്ങിടുന്നേ. മലയാറ്റൂർ മലയിലും പ്രാർത്ഥനയ്ക്കായി അവൻ വന്നതിനടയാളമായി മരമേൽ തെളിഞ്ഞൊരു പൊന്നിൻ കുരിശത് കണ്ടു വണങ്ങിടുന്നേ. മൈലാപ്പൂർ നാട്ടിലെ ചിന്നമലയിൽ പ്രാർത്ഥിക്കും നേരമല്ലോ മാർഗം തടയുവാൻ അച്ചാരമേറ്റവർ കുന്തത്താൽ കുത്തിവീഴ്ത്തി. മൈലാപ്പൂർ നാട്ടിലെ ചിന്നമലയിലെ പ്രാർത്ഥിക്കും നേരമല്ലോ മാർഗം തടയുവാൻ അച്ചാരമേറ്റവർ കുന്തത്താൽ കുത്തിവീഴ്ത്തി. വിശ്വാസം കാത്തിടാൻ സാക്ഷിയായി ചോര ചിന്തി മുത്തപ്പാനിൻ വഴിയെ വരും നീതാ നിന്റെ മക്കൾ. വിശ്വാസം കാത്തിടാൻ സാക്ഷിയായി ചോര ചിന്തി മുത്തപ്പാനിൻ വഴിയെ വരും നിന്റെ മക്കൾ.
മക്കൾ ഇന്ന് നിങ്ങൾക്ക് സമ്മാനിക്കാൻ പോകുന്ന ഈ വേൾഡ് റെക്കോർഡിൻ്റെ സൈറ്റേഷൻ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഒന്ന് വായിക്കുകയാണ്. വേൾഡ് റെക്കോർഡ് ലാർജസ്റ്റ് കോൽക്കളി പെർഫോമൻസ്. The world's largest Kolkali was organized by Madhruvedi Archdiocese of Thrissur at the premises of Our Lady of Lourdes Cathedral, Thrissur, Kerala, India for 10 minutes from 4 p.m. on November 21st, 2023. As part of the mega event commemorating the arrival of St. Thomas the Apostle in India, a group of 1,278 mothers, all dressed in white and red, performed the folk dance, striking small sticks to the rhythm of a song sung in honor of St. Thomas. ഈ ലോക റെക്കോർഡ് നിങ്ങൾക്ക് സമ്മാനിക്കാനായിട്ട് അഭിമന്യ പിതാക്കന്മാരെ ക്ഷണിക്കുകയാണ്. അമ്മമാരെ ഒരേ താളത്തിൽ ഇതേ മേളത്തിൽ 6 മാസത്തെ പരിശീലനത്തിലൊടുവിലാണ് നടത്തുന്നത്. സാധാരണ റെക്കോർഡുകൾക്ക് വേണ്ടി എണ്ണങ്ങൾ മാത്രം വയ്ക്കുമ്പോൾ ഇവരുടെ പരിശീലനവും ക്വാളിറ്റിയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഇത് റെക്കോർഡുകൾ പരിശോധിക്കാനായിട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ പൊതുവെ കാണാറുള്ളത് എണ്ണത്തിൽ ശ്രദ്ധിച്ചിട്ട് ആൾക്കാർ അതിൻ്റെ ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് പൊതുവെ കാണാറുള്ളത്. പക്ഷേ ഇന്ന് വളരെ നയനമനോഹരമായിട്ടുള്ള വളരെ താളനിബദ്ധമായിട്ട് വളരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അമ്മമാർ ഇത് ചെയ്തിരിക്കുന്നത്. അതും വലിയൊരു നേട്ടമാണ്. കാരണം ഒരു കലയെ അതിൻ്റേതായിട്ടുള്ള നിലവാരത്തിൽ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ലോക റെക്കോർഡിൽ എത്തിക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. ഇതിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ അമ്മമാർ അർഹിക്കുന്നുണ്ട്. 3 റെക്കോർഡുണ്ട് ഞങ്ങൾക്ക്. മാർഗംകളി, മെഗാ മാർഗംകളി, റംപാമ്പാട്ടിൻ്റെ മെഗാ റംപാമ്പാട്ട്, ഇത് 3rd വൺ മെഗാ കോൽക്കളി. മോർ ദാൻ 1500 ലേഡീസ്. എന്നിപ്പോൾ ഇത്രയും വലിയൊരു റെക്കോർഡ് നേട്ടമാണ്. 3 അവാർഡുകളാണ് നിങ്ങൾ നേടിയിരിക്കുന്നത്. അതും പ്രത്യേകിച്ച് അമ്മമാർ ഇപ്പോൾ അടിപൊളിയായിരുന്നു. അന്നിപ്പോൾ എത്ര നാളത്തെ പരിശീലനമാണ് നിങ്ങളുടെ ഈ ഒരു കളിയിലേക്ക് എത്തിയത്? ഞങ്ങൾ 6 മാസം ഇടവിട്ട് വല്ല ഞങ്ങളുടെ സമയം ക്രമീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ഇടയിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും 6 മാസത്തെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഇടവകളിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയാണോ അല്ലെങ്കിൽ ഒരുമിച്ചായിരുന്നോ? ഓരോ ഇടവകളിൽ നിന്ന് അവരൊരു പ്രാക്ടീസ് ചെയ്യായിരുന്നു. നിങ്ങൾ ഏത് സ്ഥലത്തു നിന്ന് വരുന്നത്? ഞങ്ങൾ പുത്തമ്പള്ളി ബസലിക്ക. എന്നിപ്പോൾ ആരെങ്കിലും അത് പാട്ട് പാടുന്നവരുണ്ടോ? മലയാള നാട്ടിലെ മനക വന്ന പോലെ
അന്നിപ്പോ ഇവർ ഒരുപാട് സന്തോഷത്തിലാണ്. റെക്കോർഡ് നേട്ടത്തിലേക്കാണ് തൃശ്ശൂർ അതിരൂപതയുടെ അമ്മമാർ ഇപ്പൊ സ്വന്തമാക്കിയിരിക്കുന്നത്. എന്നിപ്പം ഒരുപാട് സന്തോഷം അല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതായത് ഞങ്ങൾ ഒരു വീട്ടമ്മയാണല്ലോ, വീട്ടമ്മമാർ മക്കൾ അങ്ങനെ കുറേ കാര്യങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഈ കാര്യങ്ങൾക്ക് ഇറങ്ങി വരുന്നത്. ഇപ്പം എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ല അതൊക്കെ. ഞങ്ങൾ ഏത് കാര്യം ഞങ്ങളുടെ ഇടവകയിലുണ്ടായാലും ഭയങ്കര ആക്റ്റീവായിട്ട് ഞങ്ങൾ മാതൃസംഘത്തിലെ അംഗങ്ങൾ വളരെ ചിട്ടയോടും ഭംഗിയോടും, മാതൃവേദി എന്നാണ് ഇപ്പോൾ പറയാം, മാതൃവേദിയിലെ അംഗങ്ങൾ എല്ലാ കാര്യത്തിലും ജാഗരൂകരായിട്ട് പങ്കെടുക്കുന്ന ഒരു ഇടവകയാണ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് സഹകരിക്കുന്ന, അല്ലെങ്കിൽ ഒരു അഭിപ്രായ ഭിന്നതകളില്ലാതെ പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങൾ എല്ലാം അടിച്ചു പൊളിച്ച് ഞങ്ങൾ നല്ല രീതിയിൽ ഇടവകയുടെ പ്രവർത്തനങ്ങളിലും കാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ ജാഗരൂകരായിട്ട് നിൽക്കുന്ന ഒരു മാതൃവേദി അംഗങ്ങളാണ്. അത് ഞങ്ങൾ സന്തോഷിച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഞങ്ങൾക്ക് സന്തോഷം എന്ന് പറയുന്നത് മാതൃവേദി സംഘടനയിലൂടെ കിട്ടിയത്. ഇതാണ് ഞങ്ങളുടെ സന്തോഷം. ഇപ്പം ഞങ്ങൾ 10-12 കൊല്ലമായി ഞങ്ങൾ വളരെ ആക്റ്റീവായിട്ട് സംഘടനയിലുണ്ട്. അത് ആദ്യം മുതൽക്ക് തുടങ്ങിയവർ, പിന്നെ പുതിയതായിട്ട് ചേർന്നവർ, യുവത്വങ്ങളൊക്കെ ഇതിൽ വന്ന് പങ്കെടുത്ത് ഞങ്ങൾ വളരെ നല്ല രീതിയിൽ പങ്കെടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഡാൻസ് ആയാലും ഏത് പരിപാടിയിലും ഞങ്ങളാണ് മുന്നിൽ. ഞങ്ങൾ ഏത് പരിപാടിയിലും ഞങ്ങൾ മുന്നിൽ. സെൻറ്റ് തോമസ് ഡേയിൽ ഞങ്ങൾ മുണ്ടും കുപ്പായൊക്കെ ധരിച്ചുകൊണ്ട് ഞങ്ങൾ അന്ന് പള്ളിയിലെ ഇടവകയിൽ വന്ന് മുണ്ടും കുപ്പായം എല്ലാവരും പദമുണ്ടൊക്കെ ധരിച്ച് പഴയ കാലങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങൾ ഒരുങ്ങി വന്നു. അതിനെല്ലാവരും തയ്യാറാവണില്ല, ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ ഇവര് അമ്മമാർ ഒരുപാട് സന്തോഷത്തിലാണ്. റെക്കോർഡ് നേട്ടമാണ് ഇവർ സ്വന്തമാക്കിയിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് ക്യാമറാമാൻ അൽജോയോടൊപ്പം ലിനറ്റ് വർഗീസ്, ഷെക്കീന ന്യൂസ്.